ഇറാനിലെ പകുതിയോളം പ്രവിശ്യകൾ തകർന്നതായിട്ടാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന റിപ്പോർട്ട്. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും അമേരിക്കയുടെ 150ഓളം പട്ടാളക്കാരെയാണ് UAE-ൽ, അതായത് അബുദാബി, ദുബായിൽ മാത്രം ഇല്ലാണ്ടാക്കിയതെന്നാണ് IRGC ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തോട്ട് വിട്ടിട്ടുള്ള റിപ്പോർട്ട്. അതിൽ തന്നെ 100ഓളം വരുന്ന അമേരിക്കൻ പട്ടാളക്കാർ ദുബായിലെ ബേസുകളിൽ മാത്രം കൊല്ലപ്പെട്ടു എന്നും കൂടെ IRGCയുടെ വക്താവ് ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു വശത്ത് ഇറാൻ ചാരമായിക്കൊണ്ടിരിക്കുന്നുണ്ട്, മറുവശത്ത് ഇറാന്റെ 18ആം മിസൈൽ തരംഗം ഇസ്രായേലിലോട്ടും അതുപോലെ തന്നെ മറ്റ് ഭാഗങ്ങളിലോട്ടും തൊടുത്തു വിട്ടതായിട്ടാണ് ഈ ഒരു വീഡിയോയിൽ അവകാശപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല, പുതിയ തരംഗത്തിന്റെ ഭാഗമായിട്ട് തങ്ങൾ ഇതുവരെ പുറത്തെടുക്കാത്ത ഷാഹിദ് 136, 131 എന്ന് പറഞ്ഞിട്ടുള്ള മിസൈലുകളും അതുപോലെ ഹദീദ് 110 എന്ന് പറഞ്ഞിട്ടുള്ള അത്യാധുനിക മിസൈലുകളും പുതിയ തരംഗത്തിൽ ഉപയോഗിച്ചെന്നും കൂടാണ് ഈ ഇറാന്റെ വക്താവ് വ്യക്തമാക്കുന്നുള്ളത്. അപ്പൊ നമുക്ക് ഇന്നത്തെ രാവിലത്തെ അപ്ഡേറ്റുകളിലോട്ട് പോവാം. അതായത് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് പുറത്തോട്ട് വന്നിട്ട് അവരുടെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. അതിൽ അമേരിക്കൻ പട്ടാളക്കാർ കൊല്ലപ്പെട്ടതും അതുപോലെ തന്നെ 18ആം മിസൈൽ തരംഗങ്ങൾ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതും അതിൽ പുതുതായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ചില മിസൈലുകളുടെ പേരുകളും അതുപോലെ തന്നെ ഇസ്രായേലിന്റെയും അതുപോലെ തന്നെ അമേരിക്കയുടെയും ഡ്രോണുകൾ ഇറാനിൽ വെടിവെച്ചിട്ട കുറച്ച് ദൃശ്യങ്ങളും അങ്ങനെ ഒരു മിക്സ് ആയിട്ടുള്ള പുതിയ ചില കാര്യങ്ങളാണ്. ഇതേ സ്ഥാനത്ത് ഇറാന്റെ പല ഭാഗങ്ങളിലും ഭയങ്കരമായിട്ടുള്ള ആക്രമണം US-ന്റെ സൈഡിൽ നിന്നും അതുപോലെ തന്നെ ഇസ്രായേലിന്റെ സൈഡിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. മിഡിൽ ഈസ്റ്റ് ബേസുകളിലേക്ക് നേരത്തെയുള്ള ആക്രമണം ശക്തമാകുന്നതിന്റെ ഭാഗമായിട്ട് ഏകദേശം ദുബായിൽ വെച്ച് മാത്രം 100ഓളം US സൈനികർ കൊല്ലപ്പെട്ടതായിട്ടാണ് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ഇപ്പം പുറത്തോട്ട് അവകാശപ്പെട്ട് വന്നിട്ടുള്ളത്. മരണസംഖ്യയെക്കുറിച്ചുള്ള അവകാശവാദങ്ങൾ ദുബായിലെ 100-ലധികം സൈനികരും അതുപോലെ തന്നെ 160ഓളം പേർക്ക് പരിക്കേറ്റതുമായിട്ടാണ് ഈ ഒരു ലക്ഷ്യം കണ്ടു എന്നുള്ള രീതിയിലാണ് IRGC അവരുടെ ഡീറ്റെയിൽസ് വിട്ടിട്ടുള്ളത്. ഓപ്പറേഷൻ ട്രൂത്ത് പ്രോമിസ് 4, ഈ ആക്രമണത്തെ ഓപ്പറേഷൻ ട്രൂത്ത് പ്രോമിസ് 4 എന്നാണ് പറഞ്ഞത്. ഇത് 17ആം തരംഗത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും ആളുകൾ ഇല്ലാണ്ടായിട്ടുള്ളത് എന്നാണ് പറഞ്ഞത്. ഇനി 18ആം തരംഗം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഇന്ന് പുലർച്ചെ ഒക്കെ ഇസ്രായേലിലോട്ട് ഭയങ്കരമായിട്ടുള്ള മിസൈൽ വർഷിച്ചു എന്നുള്ള ഡീറ്റെയിൽസ് പുറത്തു വരുന്നുണ്ട്. കുറേയൊക്കെ അവർ തടുക്കുന്നുണ്ട്. കുറേ ഫത്തഹ് 2 പോലത്തെ മിസൈലുകൾ പുതുതായിട്ട് വിട്ടിട്ടുള്ള മിസൈലുകളെല്ലാം ഇസ്രായേലിന്റെ പല ഭാഗങ്ങളിൽ പതിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തോട്ട് വരുന്നുണ്ട്. ഇതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ 2-3 ദിവസങ്ങളുടെ ഇടയിൽ ഏകദേശം 17,500ഓളം അമേരിക്കൻ പൗരന്മാരും അതുപോലെ തന്നെ അമേരിക്കൻ നാവിക മറ്റ് സോൾജേഴ്സുമാണ് ഈ പറഞ്ഞ മിഡിൽ ഈസ്റ്റിൽ നിന്നും തിരിച്ച് അമേരിക്കയിലോട്ട് തിരിച്ചു പോയിട്ടുള്ള റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടു. ഒരുപാട് ചാർട്ടേഡ് ഫ്ലൈറ്റുകളും അതുപോലെ തന്നെ സൈനിക ഫ്ലൈറ്റുകളിലുമാണ് ഇത്തരം ആളുകൾ എത്രയും പെട്ടെന്ന് സ്വന്തം നാട്ടിലോട്ട് അമേരിക്ക എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവരുടെ മരണസംഖ്യ പുറത്തുവിടാൻ അവർക്ക് സാധിക്കില്ല. അത് പുറത്തു വരാണ്ടിരിക്കണമെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ മരണം ഇല്ലാണ്ടാകണമെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ആളുകളെ തിരിച്ചു കൊണ്ടുപോയേ പറ്റൂ. അതിന്റെ ഒരു യുദ്ധ തന്ത്രമായിട്ട് തന്നെ നമ്മളത് കണ്ടാൽ മതി. അതാണ് നമ്മുടെ ഒരു മാധ്യമങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ആരും ഇതൊന്നും പറയുന്നില്ല. ഇപ്പൊ IRGCയുടെ തന്നെ ഒഫീഷ്യൽ സൈറ്റുകൾ കൂടെയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ പുറത്തോട്ട് വരുന്നത്. ഇനി അത് മാത്രമല്ലാണ്ട് 18ആം തരംഗത്തിന്റെ ഭാഗമായിട്ട് ഇപ്പം ഇവർ ഉപയോഗിക്കുന്ന പുതിയ മിസൈലുകളുടെ ഡീറ്റെയിൽസും കൂടെ പുറത്തോട്ട് വിട്ടിട്ടുണ്ട്. മാത്രമല്ല അതിന്റെ ലോഞ്ചിങ് വീഡിയോസും ഒക്കെ ഒരുപാട് ഇപ്പം പുറത്തോട്ട് IRGCയുടെ ഒഫീഷ്യൽ സൈറ്റുകളിൽ നിന്ന് തന്നെ പുറത്തോട്ട് വരുന്നുണ്ട്. ഇതാണ് അതിന്റെ വിഷ്വൽസ്. മേഖലയിൽ ഉടനീളം ഇസ്രായേൽ ലക്ഷ്യങ്ങൾക്ക് നേരെ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് IRGC 18ആം ഘട്ട ആക്രമണം നടത്തി. തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വെച്ചിട്ട് ഒരുപാട് ഇസ്രായേലി US ഡ്രോണുകളും മറ്റ് മിസൈലുകളും തടുത്തതായിട്ടുള്ള അതിന്റെ ഇമേജസും ഫുട്ടേജസും ഒക്കെ IRGC ഇപ്പം പുറത്തോട്ട് വിട്ടിട്ടുണ്ട്. ഇതിൽ അമേരിക്കയുടെ MQ-9 റീപ്പർ ഡ്രോണുകളുടെ പിക്ചേഴ്സാണ് IRGC ഇപ്പോൾ പുറത്തു വിട്ടിട്ടുള്ളത്. പല ഗൾഫ് രാജ്യങ്ങളിലും സ്ഫോടനങ്ങൾ ഇന്നലെ രാത്രിയും ചെറിയ തരത്തിലുള്ള സ്ഫോടനങ്ങൾ നമ്മൾ കേട്ടു. അതേ സ്ഥാനത്ത് തന്നെ ഗൾഫ് രാജ്യങ്ങളുമായിട്ടുള്ള ഒരു അനുനയ ചർച്ചകൾക്കൊക്കെ പല ആളുകൾ അതുപോലെ ചൈന പോലത്തെ രാജ്യങ്ങളൊക്കെ മുന്നോട്ട് വന്ന് മാക്സിമം അത് അനുനയിപ്പിക്കാനുള്ള ഒരു പരിശ്രമം ഒരു ഭാഗത്തും നടക്കുന്നുണ്ട്. ടെലവീവിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നേരിടുന്നത് ഫത്തഹ് 2 മിസൈൽ, അതായത് ഹൈപ്പർസോണിക് മിസൈലാണ്. ഇതിന്റെ വെല്ലുവിളികളാണ് ഏറ്റവും കൂടുതൽ ഇസ്രായേൽ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ആധുനിക പ്രതിരോധ സംവിധാനങ്ങൾ അവർക്ക് പോലും തടയാൻ പ്രയാസമുള്ള ഫത്തഹ് 2 ഹൈപ്പർസോണിക് മിസൈലുകളാണ് ഈ 17-18 തരംഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇപ്പം ഇറാൻ ഉപയോഗിച്ചിട്ടുള്ളത്. മാക്സിമം ഇതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് മാക് 10, അത് വേഗത്തിൽ സഞ്ചരിക്കുന്ന ഫത്തഹ് 2 മിസൈലിനെ തടയാൻ ഒരു പ്രതിരോധ സംവിധാനങ്ങൾക്കും ഇപ്പം സാധിക്കില്ല എന്നാണ് പറയുന്നത്. കാരണം ഇപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടാണ് ഇത്തരം മിസൈലുകൾ ഇറാൻ ഉണ്ടാക്കിയത് തന്നെ. പക്ഷേ എണ്ണത്തിൽ കുറവായതുകൊണ്ടാണ് ഒരു വിപുലമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ഹൈ പ്രഷറിൽ അങ്ങോട്ടുള്ള ഇത്തരം മിസൈലുകളുടെ പ്രഭാവം ഇല്ലാത്തതെന്നാണെന്ന് ആളുകൾ വിലയിരുത്തുന്നുണ്ട്.
നമുക്കറിയാം ഈ ഫത്തഹ് മിസൈലുകൾക്ക് ദിശ മാറ്റാനുള്ള കഴിവുകളുണ്ട്. അതായത് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അന്തരീക്ഷത്തിൽ നിന്ന് ദിശ മാറ്റി പോകാനുള്ള കഴിവുകളുള്ള മിസൈലുകളാണ് ഈ ഫത്തഹ് 2 മിസൈലുകൾ. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ അയൺ ഡോം സിസ്റ്റത്തിനെയും താടും പാട്രിയോട്ട് ഡിഫൻസ് സിസ്റ്റങ്ങളൊക്കെ ഇത് കവച്ച് വെച്ചിട്ട് തന്നെയാണ് ഇത് അവിടെ ഇപ്പം ഇസ്രായേലിലെ ടെല്ലവീവിലും മറ്റ് പല ജെറുസലേമിലും ഐഫയിലും ഒക്കെ പതിച്ചുകൊണ്ടിരിക്കുന്നത്. ഫത്തഹ് മിസൈലുകൾ മാത്രമല്ല, ഇതിന്റെ കൂടെ തന്നെ ഏറ്റവും ആധുനികമായിട്ടുള്ള ഹദീദ് 110 ഹദീദ് 110 എന്ന് പറഞ്ഞിട്ടുള്ള മിസൈലുകളും കൂടുതലായിട്ട് ഇപ്പം ഇറാൻ യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ മണിക്കൂറിൽ ഏകദേശം 510 കിലോമീറ്റർ വേഗതയിൽ പായാൻ ഈ മിസൈലുകൾക്ക് കഴിയും. ഇത് റഡാറുകളുടെ കണ്ണ് വെട്ടിക്കാൻ പറ്റുമെന്നാണ് IRGC അവകാശപ്പെട്ടിട്ടുള്ളത്. കൂടാതെ ഷാഹിദ് 131 അതുപോലെ ഷാഹിദ് 136 എന്നീ ചാവേർ ഡ്രോണുകളുടെ ദൃശ്യങ്ങളും ഇന്നലത്തെ IRGCയുടെ വീഡിയോയിൽ പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഇസ്രായേൽ നേരിട്ടുള്ള ആക്രമണങ്ങളാണ്. അതായത് ഇസ്രായേലിന്റെ ആകാശത്ത് ഇറാന്റെ മിസൈലുകൾ നിറഞ്ഞിരിക്കുകയാണെന്നാണ്, ടെല്ലവീവിൽ വലിയ സ്ഫോടനങ്ങൾ നടന്നു എന്നുള്ള ഒരുപാട് ഫുട്ടേജുകളും ഒരുപാട് ന്യൂസുകളും ഇപ്പം ഇന്ന് പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ആസ്ഥാനത്തിന് സമീപം വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായതായിട്ടുള്ള ന്യൂസും പുറത്തോട്ട് വരുന്നുണ്ട്. ഇനി അത് മാത്രമല്ല, ഇറാന്റെ ഭരണകൂടത്തിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ഇസ്രായേലിനെയും അതുപോലെ തന്നെ അമേരിക്കയും അങ്ങനെ ഒരു ശ്രമം നടത്തുകയാണെങ്കിൽ ഇസ്രായേലിന്റെ ഡിമോണ എന്ന് പറഞ്ഞിട്ടുള്ള ആണവ റിയാക്ടറിന് നേരെയായിരിക്കും ഇനി അടുത്ത ഇറാന്റെ ആക്രമണം എന്നൊരു ഇറാന്റെ IRGC ഒരു മുന്നറിയിപ്പും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതേ സ്ഥാനത്ത് അമേരിക്കയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ, അതായത് അമേരിക്കൻ കോൺഗ്രസിൽ ട്രംപിനെതിരെ ഉണ്ടായിരുന്ന പ്രമേഹം സെനറ്റിൽ പാസ്സായിട്ടില്ല. കാരണം ഭൂരിപക്ഷം ട്രംപിന്റെ പാർട്ടിക്ക് ആയതുകൊണ്ട് തന്നെ. പക്ഷെ അമേരിക്കയുടെ അകത്ത് വലിയ രീതിയിൽ ട്രംപിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ നടന്നിട്ടുണ്ട്. അമേരിക്കയുടെ അകത്ത് മാത്രമല്ല, ലോകത്തിന്റെ പല ഭാഗത്തും ഇസ്രായേലിനെതിരെയും അതുപോലെ തന്നെ അമേരിക്കയ്ക്കെതിരെയും ഈ യുദ്ധത്തിന് എതിരായിട്ടുള്ള ഒരുപാട് പ്രക്ഷോഭങ്ങളും പ്രൊട്ടസ്റ്റുകളും ഈ കൂട്ടത്തിൽ നടക്കുന്നത് നമ്മൾ പല വാർത്തകളിലും കണ്ടു. ഇതേ സ്ഥാനത്ത് ഇറാന്റെ പല ഭാഗങ്ങളിലും വലിയ രീതിയിലാണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത്. 1000-ലധികം പേര് മരിച്ചതായിട്ടുള്ള ഒഫീഷ്യൽ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. ഇനി അൺഒഫീഷ്യലി എത്ര പേര് മരിച്ചു എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. കാരണം കൂടുതലും യുദ്ധ വാർത്തകളിൽ വരുന്നതിൽ ഒഫീഷ്യലി വരുന്നത് കുറവും അൺഒഫീഷ്യലി ആയിരിക്കും ഏറ്റവും കൂടുതലും വരുന്നത്. ഇറാന്റെ ഒരു ഭാഗം ഏകദേശം മൊത്തമായി തന്നെ കത്തി അമർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ മറുഭാഗത്തു നിന്നാണ് ഇറാൻ ഈ പറഞ്ഞ ആക്രമണങ്ങളെല്ലാം തൊടുത്തു വിടുന്നത്. ഇനിയും ഇറാന്റെ കയ്യിൽ ഇതുവരെ പുറത്തെടുക്കാത്ത പല മിസൈലുകളും കയ്യിലുണ്ടെന്നാണ് പറയുന്നത്. ഈ അത്തരം ഹൈപ്പർസോണിക് അല്ലെങ്കിൽ ബാലിസ്റ്റിക് മിസൈലുകൾ ഇനി എടുത്ത് ആക്രമണങ്ങൾ നടത്താൻ ഞങ്ങൾ തയ്യാറാണ്, ഒരു ചർച്ചയ്ക്കും ഞങ്ങൾ ഇല്ല എന്ന് ഉറപ്പിച്ചിരിക്കുന്നതാണ് ഇറാന്റെ ഭാഗത്തുനിന്ന്. എന്താണെങ്കിലും ഇതൊക്കെയാണ് ഇന്നത്തെ രാവിലെ വന്നിട്ടുള്ള പ്രധാന അപ്ഡേറ്റുകൾ. മറ്റേതെങ്കിലും അപ്ഡേറ്റുകൾ വരികയാണെങ്കിൽ നമുക്ക് അടുത്ത ലൈവിലോ അല്ലെങ്കിൽ അടുത്ത മറ്റ് വീഡിയോകളും ചെയ്യാം.